ഗുഡ് മോർണിംഗ്. പ്രഭാത വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ ഡോണ. പുഷ്പ 2 റിലീസിനിടെ സംഘർഷം. തിക്കിലും തിരക്കിലും ഒരു സ്ത്രീ മരിച്ചു, 2 പേർക്ക് ഗുരുതര പരുക്ക്. ഹൈദരാബാദ്. അല്ലു അർജുൻ നായകനായ പുഷ്പ 2 സിനിമയുടെ റിലീസിനിടെ സംഘർഷത്തെ തുടർന്നുണ്ടായ തിക്കിലും തിരക്കിലും ഒരു മരണം. ഹൈദരാബാദ് സ്വദേശിയായ സ്ത്രീയാണ് മരിച്ചത്. ഒരു കുട്ടി ഉൾപ്പെടെ 2 പേർക്ക് ഗുരുതര പരുക്കേറ്റു. ബുധനാഴ്ച രാത്രി ഹൈദരാബാദിലെ സന്ധ്യ തിയേറ്ററിലാണ് സംഭവം. രാത്രി 11-ന് സിനിമയുടെ റിലീസിന്റെ ഭാഗമായി ആരാധകരുടെ വലിയ നിര തന്നെ തിയേറ്ററിനു മുന്നിൽ തടിച്ചുകൂടിയിരുന്നു. ഇതിനിടെ അപ്രതീക്ഷിതമായി അല്ലു അർജുനും സംവിധായകന് സുകുമാറും തിയേറ്ററിലെത്തിയതോടെ ആരാധകരുടെ ആവേശം അതിരുകടന്നു. ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാവാതെ വന്നതോടെ പോലീസ് ലാത്തിവീശി. ഇതേ തുടർന്നുണ്ടായ സംഘർഷമാണ് അപകടത്തിൽ കലാശിച്ചത്. 6 ടൺ അരി എലി തിന്നെന്ന് വിചിത്ര വിശദീകരണവുമായി ഗോഡൌൺ സൂക്ഷിപ്പുകാരൻ. ഇതൊക്കെ ആര് വിശ്വസിക്കും? മൂന്നാർ. ഇടമലക്കുടിയിൽ എലി തിന്നത് 6 ടൺ റേഷനരി. ഗോത്രവർഗക്കാർക്കായി വിതരണം ചെയ്യാനുള്ള റേഷനരിയുടെ ശേഖരത്തിലെ ക്രമക്കേടിനെപ്പറ്റി അന്വേഷണം തുടങ്ങിയതോടെയാണ് ഈ വിശദീകരണം. ഗോഡൌണിലെ 6 ടണ്ണിലധികം അരി പല കാലഘട്ടങ്ങളിലായി എലി തിന്നെന്നാണ് സ്റ്റോർ കീപ്പർ നൽകിയ വിശദീകരണം. രാജമല പെട്ടിമുടിയിലാണ് ഈ ഗോഡൌൺ. പൊതുവിതരണ വകുപ്പിലെയും അരി വിതരണത്തിന്റെ ചുമതലയുള്ള ദേവികുളം ഗിരിജൻ സൊസൈറ്റിയിലെയും ഉദ്യോഗസ്ഥരാണ് പരിശോധന നടത്തിയത്. മുൻ സൊസൈറ്റി സെക്രട്ടറിയും നിലവിൽ ഗോഡൌണിന്റെ സ്റ്റോർ കീപ്പറുമായ ആളുടേതാണ് വിശദീകരണം. സ്റ്റോർ കീപ്പർ ചുമതലയിൽ നിന്ന് ഇയാളെയും സഹോദരനെയും കഴിഞ്ഞ ദിവസം നീക്കിയിരുന്നു. ക്രമക്കേടുകൾ സംബന്ധിച്ച് ജില്ലാ സപ്ലൈ ഓഫീസർക്കു റിപ്പോർട്ട് നൽകുമെന്നു താലൂക്ക് സപ്ലൈ ഓഫീസർ സഞ്ജയ് നാഥ് പറഞ്ഞു. ഇടമലക്കുടിയിലെ ഗോത്രവർഗക്കാർക്ക് 20 ദിവസമായി റേഷനരി കിട്ടാതെ വന്ന സംഭവം കഴിഞ്ഞ ദിവസം പുറത്തുവന്നിരുന്നു. തുടർന്ന് അടിയന്തര നടപടിയെടുക്കാൻ കലക്ടർ പൊതുവിതരണ വകുപ്പിന് നിർദ്ദേശം നൽകി. പിന്നാലെ നടത്തിയ അന്വേഷണത്തിലാണ് അരി കാണാതായ വിവരം പുറത്തറിഞ്ഞത്. മറ്റൊരു ആശ്രിത നിയമനത്തിലും കുരുക്കുമുറുകാൻ സാധ്യത. ജോലി നൽകിയത് മുൻ MLA KV വിജയദാസിന്റെ മകന്. തിരുവനന്തപുരം. മുൻ MLA KK രാമചന്ദ്രൻ നായരുടെ മകന് ആശ്രിത ജോലി നൽകിയതു കോടതി ഇടപെട്ട് റദ്ദാക്കിയതിനു പിന്നാലെ സർക്കാർ നടപ്പാക്കിയ മറ്റൊരു ആശ്രിത നിയമനത്തിനു മേലും കുരുക്കുമുറുകാൻ സാധ്യത. കോങ്ങാട് MLAയായിരിക്കെ മരിച്ച CPM നേതാവ് KV വിജയദാസിന്റെ മകൻ KV സന്ദീപിന് ഓഡിറ്റ് വകുപ്പിൽ ഓഡിറ്ററായി ജോലി നൽകിയത് ആശ്രിത നിയമനമാണെന്നാണ് ആരോപണം. ചെങ്ങന്നൂർ MLAയായിരുന്ന രാമചന്ദ്രൻ നായർ മരിച്ചതിനു പിന്നാലെ 2018 ജനുവരിയിൽ ചേർന്ന മന്ത്രിസഭാ യോഗം അജണ്ടയ്ക്കു പുറത്തുള്ള വിഷയമായാണ് അദ്ദേഹത്തിന്റെ മകൻ R പ്രശാന്തിനു ഗസറ്റഡ് തസ്തികയിൽ ജോലി നൽകാൻ തീരുമാനിച്ചത്. സന്ദീപിന്റെ കാര്യത്തിലും സമാന ഇടപെടലാണ് സർക്കാർ നടത്തിയതെന്നാണ് ആക്ഷേപം. KV വിജയദാസിന്റെ മരണത്തിനു പിന്നാലെ 2021 ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് സന്ദീപിന്റെ നിയമനത്തിന് അംഗീകാരം നൽകിയത്. പ്രശാന്തിന്റെ നിയമനം റദ്ദാക്കിയ ഹൈക്കോടതി ഉത്തരവ് ശരിവച്ച സുപ്രീം കോടതി നടപടി സന്ദീപിനും ബാധകമാണെന്നാണ് വാദം. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി കോൺഗ്രസും മുൻപ് പ്രശാന്തിനെതിരെ ലോകായുക്തയ്ക്ക് പരാതി നൽകിയ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ചെയർമാൻ RS ശശികുമാറും വരും ദിവസങ്ങളിൽ മുഖ്യമന്ത്രിക്കു പരാതി നൽകും. സന്ദീപിന്റെ നിയമനം റദ്ദാക്കാൻ മുഖ്യമന്ത്രി ഇടപെട്ടില്ലെങ്കിൽ കോടതിയെ സമീപിക്കാനാണ് തീരുമാനം. പ്രശാന്തിന് ജോലി നൽകാനുള്ള മന്ത്രിസഭാ തീരുമാനം റദ്ദാക്കിയ ഹൈക്കോടതി നടപടി ചോദ്യം ചെയ്ത് സുപ്രീം കോടതിയെ സമീപിച്ച സർക്കാരിനു മറ്റൊരു ലക്ഷ്യം കൂടിയുണ്ടായിരുന്നു. മന്ത്രിസഭാ തീരുമാനങ്ങൾ അന്തിമമാണെന്ന് ഉറപ്പിക്കാൻ കൂടി വേണ്ടിയായിരുന്നു ഇത്. ആ നീക്കമാണ് സുപ്രീംകോടതി വിധിയോടെ പാളിയത്. അവിശ്വാസ പ്രമേയം പാസായി. സർക്കാർ പുറത്ത്. ഫ്രാൻസിൽ വീണ്ടും ഭരണപ്രതിസന്ധി. പാരിസ്. പ്രധാനമന്ത്രി മിഷൽ ബാർനിയക്കെതിരായ അവിശ്വാസ പ്രമേയം പാസായതോടെ ഫ്രാൻസിൽ വീണ്ടും ഭരണപ്രതിസന്ധി. 574 അംഗ പാർലമെന്റിൽ 331 പേർ സർക്കാരിനെതിരെ വോട്ട് ചെയ്തു. ഇടതുപക്ഷ പാർട്ടികൾ കൊണ്ടുവന്ന പ്രമേയത്തെ തീവ്ര വലതുപക്ഷ നാഷണൽ റാലി RN പിന്തുണച്ചു. RN പിന്തുണയോടെ കഴിഞ്ഞ സെപ്റ്റംബറിലാണ് ബാർനിയോ പ്രധാനമന്ത്രിയായത്. 1962 ശേഷം ഫ്രാൻസിൽ ആദ്യമായാണ് ഒരു സർക്കാർ അവിശ്വാസ വോട്ടെടുപ്പിൽ പരാജയപ്പെടുന്നത്. ആധുനിക ഫ്രാൻസിലെ ഏറ്റവും പ്രായം കൂടിയ പ്രധാനമന്ത്രിയായ ബാർനിയോ 73 അധികാരമേറ്റ് 3 മാസത്തിനകം രാജിവെക്കേണ്ടി വന്നതോടെ രാജ്യത്ത് ഏറ്റവും കുറച്ചുകാലം പ്രധാനമന്ത്രി സ്ഥാനം വഹിച്ച വ്യക്തി കൂടിയായി. ഇന്റർ സ്കൂൾ മെഗാ ക്വിസ് ടാലൻഷിയ 1.0 ഗ്രാൻഡ് ഫിനാലെ സമാപിച്ചു. താമരശ്ശേരി രൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസി നടത്തിയ ഇന്റർ സ്കൂൾ മെഗാ ക്വിസ് ടാലൻഷിയ 1.0 ഗ്രാൻഡ് ഫിനാലെ സമാപിച്ചു. തിരുവമ്പാടി അൽഫോൻസ കോളേജിൽ നടന്ന സമാപന സമ്മേളനം താമരശ്ശേരി ബിഷപ്പ് മാർ റെമീജിയോസ് ഇഞ്ചനാനിയിൽ ഉദ്ഘാടനം ചെയ്തു. വിജയികൾക്കുള്ള 2 ലക്ഷം രൂപയുടെ ക്യാഷ് അവാർഡും ബിഷപ്പ് വിതരണം ചെയ്തു. കോർപ്പറേറ്റ് മാനേജർ ഫാദർ ജോസഫ് വർഗീസ് പാലക്കാട് അധ്യക്ഷത വഹിച്ചു. അൽഫോൻസ കോളേജ് മാനേജർ ഫാദർ സജി മങ്കരിയിൽ, അൽഫോൻസ കോളേജ് പ്രിൻസിപ്പൽ ചാക്കോ കാളമ്പറമ്പിൽ, HM ആൻഡ് പ്രിൻസിപ്പൽ ഫോറം പ്രസിഡന്റ് വിപിൻ M. സെബാസ്റ്റ്യൻ, HM ആൻഡ് പ്രിൻസിപ്പൽ ഫോറം സെക്രട്ടറി റോഷിൻ മാത്യു എന്നിവർ പ്രസംഗിച്ചു. ക്വിസ് മാസ്റ്റർ ഫാദർ മനോജ് കൊല്ലമ്പറമ്പിൽ ക്വിസ് മത്സരത്തിന് നേതൃത്വം നൽകി. വിവിധ വിഭാഗങ്ങളിൽ സമ്മാനം നേടിയ സ്കൂളുകൾ. LP വിഭാഗത്തിൽ ഫാത്തിമ AUPS പെരുവണ്ണാമൂഴി 1ാം സ്ഥാനം നേടി. സെന്റ് ജോസഫ്സ് LP സ്കൂൾ കോടഞ്ചേരി 2ഉം ഫാത്തിമ UP സ്കൂൾ പരിയാപുരം 3ഉം സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. UP വിഭാഗത്തിൽ സെന്റ് ജോസഫ്സ് UP സ്കൂൾ പുല്ലൂരാമ്പാറ 1ാം സ്ഥാനം നേടി. വിമല UP സ്കൂൾ മഞ്ഞുവേൽ 2ഉം സെന്റ് തോമസ് UP സ്കൂൾ കൂരാച്ചുണ്ട് 3ഉം സ്ഥാനങ്ങൾ സ്വന്തമാക്കി.
ഹൈസ്കൂൾ വിഭാഗത്തിൽ സെന്റ് ആന്റണീസ് എച്ച്.എസ്. കണ്ണോത്ത് 1ാം സ്ഥാനം നേടി. സെന്റ് ജോർജസ് എച്ച്.എസ്.എസ്. കുളത്തുവയൽ 2ഉം സെന്റ് ജോസഫ്സ് എച്ച്.എസ്.എസ്. പുല്ലൂരാമ്പാറ 3ഉം സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ സെന്റ് മേരീസ് എച്ച്.എസ്.എസ്. കല്ലാനോട് 1ാം സ്ഥാനം കരസ്ഥമാക്കി. ഹോളി ഫാമിലി എച്ച്.എസ്.എസ്. പടത്തുകടവ് 2ഉം ഹോളി ഫാമിലി എച്ച്.എസ്.എസ്. വേനപ്പാറ 3ഉം സ്ഥാനങ്ങൾ നേടി. താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ കുട്ടിയുടെ സ്വർണം കവർന്ന സ്ത്രീയെ പിടികൂടി. താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടറെ കാണാനെത്തിയ കുട്ടിയുടെ സ്വർണം കവർന്ന സ്ത്രീയെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. കുട്ടിയുടെ മാതാവ് ബഹളം വെച്ചതോടെ കടന്നുകളഞ്ഞ സ്ത്രീയെ സെക്യൂരിറ്റി ജീവനക്കാരും ആശുപത്രി ജീവനക്കാരും നാട്ടുകാരും ചേർന്ന് പിടികൂടുകയായിരുന്നു. ഇന്നലെ രാവിലെയോടെയായിരുന്നു സംഭവം. കുട്ടികളുടെ ഒബിയിൽ മാതാവിനൊപ്പം ക്യൂ നിൽക്കുകയായിരുന്ന കുട്ടിയുടെ കാലിലെ സ്വർണ്ണ പാദസരമാണ് കവർന്നത്. നഷ്ടപ്പെട്ട പാദസരം ഇവരിൽ നിന്നും കണ്ടെടുത്തു. അടുത്തിടെയായി അടിവാരം താമരശ്ശേരി റൂട്ടിൽ ബസ് യാത്രക്കിടെ കൊച്ചുകുട്ടികളുടെ ആഭരണം നഷ്ടപ്പെടുന്നത് പതിവായിരുന്നു. താമരശ്ശേരി മൂന്നാന്തോട് സ്വദേശിനിയുടെ കുഞ്ഞിന്റെ പാദസരവും നഷ്ടപ്പെട്ടിരുന്നു. കേരളത്തിന്റെ ആവശ്യം അംഗീകരിച്ചു. വയനാട് ദുരന്തം അതീവ ഗുരുതര വിഭാഗത്തിൽ ഉൾപ്പെടുത്തി കേന്ദ്രം. വയനാട് ദുരന്തത്തിൽ കേന്ദ്ര സർക്കാരിന്റെ നിർണായക തീരുമാനം. സംസ്ഥാനത്തിന്റെ ആവശ്യം അംഗീകരിച്ച് വയനാട് ദുരന്തം അതീവ ഗുരുതര വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയതായി കേന്ദ്രം അറിയിച്ചു. എന്നാൽ കേരളം ആവശ്യപ്പെട്ടതുപോലെ ലെവൽ 3 വിഭാഗത്തിലാണോ ഉൾപ്പെടുത്തിയത് എന്ന് വ്യക്തമല്ല. 2219 കോടി രൂപയുടെ പാക്കേജ് മന്ത്രാലയ സമിതി പരിശോധിക്കുകയാണ്. മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഇക്കാര്യത്തിൽ തീരുമാനം കൈക്കൊള്ളും. സംസ്ഥാന ദുരന്തനിവാരണ നിധിയിൽ കേരളത്തിന്റെ 783 കോടി രൂപയുണ്ടെന്ന് കേന്ദ്രം വ്യക്തമാക്കി. 153 കോടി രൂപ കേരളത്തിന് നവംബർ 16-ന് അനുവദിച്ചിരുന്നുവെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു. വയനാട് പാക്കേജുമായി ബന്ധപ്പെട്ട് പ്രിയങ്ക ഗാന്ധി എം പി കേന്ദ്രമന്ത്രി അമിത് ഷായെ കണ്ടിരുന്നു. UDF, LDF എംപിമാർ പ്രിയങ്ക ഗാന്ധിക്കൊപ്പമുണ്ടായിരുന്നു. 2221 കോടി രൂപയുടെ സഹായമാണ് പ്രിയങ്ക ഗാന്ധിയടങ്ങുന്ന സംഘം ആവശ്യപ്പെട്ടത്. വയനാട് പാക്കേജിൽ ഇന്ന് വിശദാംശങ്ങൾ നൽകാമെന്നാണ് അമിത് ഷാ അറിയിച്ചിരിക്കുന്നത്. വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനാവില്ലെന്ന് കേന്ദ്ര സർക്കാർ അടുത്തിടെ വ്യക്തമാക്കിയിരുന്നു. നിലവിലെ മാനദണ്ഡങ്ങൾ ഇത് അനുവദിക്കുന്നില്ലെന്ന് ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായാണ് വ്യക്തമാക്കിയത്. ഡൽഹിയിൽ കേരളത്തിന്റെ സ്പെഷ്യൽ ഓഫീസറായി പ്രവർത്തിക്കുന്ന മുൻ കേന്ദ്രമന്ത്രി പ്രൊഫസർ KV തോമസിന് നൽകിയ മറുപടിയിലാണ് കേന്ദ്രമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. ഭിന്നശേഷി സ്നേഹസംഗമം സംഘടിപ്പിച്ചു. കോടഞ്ചേരി അന്താരാഷ്ട്ര ഭിന്നശേഷി ദിനത്തോടനുബന്ധിച്ച് കോടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിൽ വെച്ച് കോടഞ്ചേരി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മൈക്കാവ് സെന്റ് മേരീസ് ജ്ഞാനോദയ ഇംഗ്ലീഷ് സ്കൂളിന്റെ പങ്കാളിത്തത്തോടെ ഭിന്നശേഷിക്കാരുടെ സ്നേഹസംഗമം സംഘടിപ്പിച്ചു. കോടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജമീല അസീസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കോടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അലക്സ് തോമസ് ചെമ്പകശ്ശേരി ഉദ്ഘാടനം ചെയ്തു. ജ്ഞാനോദയ സ്കൂൾ പ്രിൻസിപ്പാൾ ഫാദർ റെജി കോലാനിക്കൽ മുഖ്യപ്രഭാഷണം നടത്തി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വനജ വിജയൻ സ്വാഗതം അർപ്പിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CB ചിരണ്ടായത്ത്, മെമ്പർമാരായ ചിന്നമ്മ മാത്യു വായിക്കട്ട്, വാസുദേവൻ മാസ്റ്റർ, ലീലാമ്മ കണ്ടത്തിൽ, റോസ്ലി മാത്യു, ബിന്ദു ജോർജ്, റീന സാബു, ഷാജി മുട്ടത്ത് എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. കമ്മ്യൂണിറ്റി വുമൺ ഫെസിലിറ്റേറ്റർ ഡോണ ഫ്രാൻസിസ് BRC ടീച്ചർമാർ എന്നിവർ നേതൃത്വം നൽകി. സംഗമത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും വിവിധ കലാപരിപാടികൾ നടന്നു. മാനാംകുന്ന് ക്ഷേത്ര ഭാരവാഹികൾ ഒരുക്കിയ സ്നേഹവിരുന്നോടെ സ്നേഹസംഗമം അവസാനിച്ചു. പ്രതിവർഷം 15,000 രൂപ ലഭിക്കും. ജോസഫ് മുണ്ടശ്ശേരി സ്കോളർഷിപ്പിന് അപേക്ഷിക്കാന് സമയമായി. ന്യൂനപക്ഷ മതവിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കുള്ള പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്കോളർഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചു. അവസാന തീയതി ഡിസംബർ 26. ആർക്കെല്ലാം അപേക്ഷിക്കാം? 2023-24 അധ്യയന വർഷം സർക്കാർ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ SSLC, THSLC, +2, VHSE പരീക്ഷകളിലെ എല്ലാ വിഷയങ്ങൾക്കും A+ ലഭിച്ചവർക്ക് അപേക്ഷിക്കാം. ബിരുദതലത്തിലെ 80% മാർക്കോ ബിരുദാനന്തര ബിരുദതലത്തിലെ 75% മാർക്കോ ഉള്ളവർക്കും അപേക്ഷിക്കാം. യോഗ്യത: കേരളത്തില് പഠിക്കുന്ന സ്ഥിരതാമസക്കാരായ മുസ്ലിം, ക്രിസ്ത്യന്, എല്ലാ വിഭാഗക്കാരും, സിഖ്, ബുദ്ധ, ജൈന, പാഴ്സി എന്നീ മതവിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കാണ് ഈ സ്കോളർഷിപ്പ് ലഭിക്കുന്നത്. A+ നേടിയവർക്ക് 10,000 രൂപയും ബിരുദതലത്തിലെ 80% മാർക്കോ, ബിരുദാനന്തര ബിരുദ തലത്തിലെ 75% മാർക്കോ നേടുന്ന വിദ്യാർത്ഥികൾക്ക് 15,000 രൂപ മാത്രം രൂപയുമാണ് ലഭിക്കുക. BPL വിഭാഗത്തിൽപ്പെട്ടവർക്ക് മുൻഗണന നൽകുന്നതാണ്. BPL അപേക്ഷകരുടെ അഭാവത്തിലെ ന്യൂനപക്ഷ മതവിഭാഗത്തിലെ 8 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവരെയും പരിഗണിക്കും. അപേക്ഷകർക്ക് ഏതെങ്കിലും ദേശസാൽകൃത ബാങ്ക്, ഷെഡ്യൂൾഡ് ബാങ്കില് സ്വന്തം പേരിൽ അക്കൗണ്ട് ഉണ്ടായിരിക്കണം. www.scholarship.minorityWelfare.kerala.gov.in എന്ന വെബ്സൈറ്റ് മുഖേനയാണ് അപേക്ഷിക്കേണ്ടത്. സ്കൂള് സർട്ടിഫിക്കറ്റുകള്, റേഷന് കാർഡ്, വരുമാന സർട്ടിഫിക്കറ്റ്, ഫോട്ടോ, ഒപ്പ്, ആധാര്, ഇമെയില് വിലാസം എന്നിവയാണ് അപേക്ഷിക്കാൻ ആവശ്യമായത്. ഓൺലൈനായി അപേക്ഷിച്ചതിന്റെ പകർപ്പ് പ്രിന്റെടുത്ത് നിശ്ചിത തീയതിക്കുള്ളില് വിദ്യാർത്ഥി മുൻപ് പഠിച്ചിരുന്ന സ്ഥാപന മേധാവിക്ക് സമർപ്പിച്ചിരിക്കണം.
കൂടുതൽ വിവരങ്ങൾക്ക് 0472300524 0471232090. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം. വാർത്തകളും പരസ്യങ്ങളും അറിയിക്കുവാൻ വേണ്ടി കോടഞ്ചേരി മീഡിയ അഡ്മിന്മാരെ ബന്ധപ്പെടാവുന്നതാണ്.